Hello, Namaskaram. ഞാൻ മേരൻ വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പമായിട്ട് ഒരു ബോട്ടിൽ ആർട്ടാണ്. വരയ്ക്കാൻ അറിയാത്തവർക്കും പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാരണം ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബോട്ടിലാണ്. ഇതിന്റെ നോസിലൊന്നും ഞാൻ റിമൂവ് ചെയ്യുന്നില്ല. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സെലോ ടേപ്പ് ആണ്, നോർമൽ സെലോ ടേപ്പ്. ജസ്റ്റ് റാൻഡമായിട്ട് ഒട്ടിക്കുകയാണ്. അല്ലാതെ ഒരു പാറ്റേണോ ഡിസൈനോ ഒന്നുമില്ല. ജസ്റ്റ് റാൻഡമായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാറ്റേണോ ഒന്നുമില്ല. ജസ്റ്റ് സിഗ്സാഗ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ അങ്ങ് ഒട്ടിച്ചേക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് ബ്ലൂ ഫാബ്രിക് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്പോഞ്ചാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് നല്ലതായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം ഈ ടേപ്പ് എല്ലാം നമുക്ക് ഓരോന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ടേപ്പെല്ലാം റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ബോട്ടിൽ കുറച്ചൊരു ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഒട്ടിക്കാം. നമ്മളുടെ ഉടുപ്പിൻ്റെയൊക്കെ പഴയ പൂവൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അത് കട്ട് ചെയ്തെടുത്തേക്കാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. 27/6 സെൻറ്റിമീറ്ററിലാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. ഇത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. നമുക്ക് ഏത് ക്ലോത്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കുറച്ച് സ്റ്റിഫായിട്ടിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതിൻ്റെ അകത്ത് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുവാണ്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയായി. ഇതിനകത്ത് ഇനി നമുക്ക് സീക്വൻസോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ നമ്മുടെ അടിപൊളി ഫ്ലവർ ആവും. അപ്പം ഫ്ലവർ ഇല്ലാത്തവർക്കും ഫ്ലവർ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ഒരു ഡിസൈനാണിത്. വളരെ സിമ്പിളായിട്ടൊരു ഡിസൈനാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഡ്രോയിങ് അറിയണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ടൈം കിട്ടുമ്പോൾ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഞാൻ മേരൻ. നന്ദി, നമസ്കാരം.